ആരാണോ അധികാരി അവിടെയാണോ അധികാരി. അപ്പോ അറിഞ്ഞോ അറിയാതെയോ ഈ ധിക്കാരം ചെയ്യരുത്, അനുസരിക്കണം. നിങ്ങൾ ധിക്കാരികളാകുന്നത് നിങ്ങൾ അനുസരിക്കുകയും അതുകൊണ്ട് അത്തിയുള്ള നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും അവന്റെ റസൂലിനെയും അനുസരിക്കും. വൈത്തവല്ലോ ഇത് നിങ്ങൾ ചെയ്യാനെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല പറയാം വൈത്തവല്ലോ നിങ്ങൾ പിന്തിരിയാനാണ് ഭാവമെങ്കിൽ അപ്പൊ അവന്റെ നിലപാട് സ്വീകരിക്കും. എന്താ അവന്റെ നിലപാട്? അവന് കാഫിരികളെ ഇഷ്ടമല്ല, കാഫിരികളെ ഇഷ്ടമല്ല. അഥവാ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ നിങ്ങൾ കാഫിരികളാണ് എന്നാണ് നിലവരിക. വൈത്തവല്ലോ നിങ്ങൾ പിന്തിരിയാണെങ്കിൽ നിങ്ങളാണ് കാഫിരികൾ. കാഫിരികളെ അള്ളാഹ് ഇഷ്ടമല്ല. അപ്പോ നിഷേധികൾ നമ്മുടെ സമുദായത്തിൽ നിഷേധികളെയും ധിക്കാരികളെയും കപടന്മാരെയും അനുസരണശീലരെയും പരത്തുക. നമ്മുടെ സ്ലാഷ് എഴുതുക. അനുസരണശീല, ധിക്കാരികൾ, കപടന്മാർ, നിഷേധികൾ. ഇത് നമ്മൾ തരേണ്ടതാണ്. നമ്മുടെ കൂട്ടത്തിലാണ്. പുറത്തേക്ക് പിന്നെ പോകാം. എന്താ പറയാ, നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങളാണ് കാഫിരികൾ. അപ്പോ പൂർണ്ണമായ അനുസരണം പകവെച്ച് കൊടുക്കുമ്പോഴേ മുഅ്മിനാവും. അതുകൊണ്ടാണ് ഇസ്ലാം സമർപ്പണം, അതുകൊണ്ടാണ് ഇബാദത്ത് പൂർണ്ണമായ അനുസരണം, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖലീഫത്തുല്ലാഹി ഫിൽ അർദ്. നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. നിങ്ങൾക്ക് സ്വന്തം അഭിപ്രായം പാടില്ല. അള്ള പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പാടുള്ളൂ. അത് നിങ്ങൾ അയച്ചു തന്നെയാണ്. തിരിച്ചു വിളിക്കാൻ അവകാശം അള്ളാഹ്ക്കാണ്. അള്ള കൽപ്പിച്ചതുപോലെ നിങ്ങളോട് ജീവിക്കാം. വളരെ വ്യക്തമാണ്. ഇസ്ലാം വളരെ വ്യക്തമാണ്. ആർക്കും കെട്ടിക്കൊടുക്കുണ്ടാവേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും കൃത്യമായി ഈ അനുസരണത്തെ കുറിച്ച് പറയും. ഇവിടെ 3 രീതി നമ്മൾ മനസ്സിലാക്കണം. അനുസരണത്തെ അള്ളാഹ് എന്ന് പറയുന്ന ആ പ്രയോഗം ഇത്താഅത്തുള്ള 3 രീതിയിൽ പഠിപ്പിച്ചു. പ്രവാചകനുള്ള അനുസരണം 3 ശൈലിയിൽ പഠിപ്പിച്ചു. 3 ശൈലി അനുസരണം പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അനുസരണശീലം ഇല്ലാതെ പോയത്. നമ്മുടെ ആരാധന കൊടുക്കാനേ പഠിച്ചത്. ബാക്കി നമ്മുടെ കച്ചവട രാഷ്ട്രീയവും വിവാഹത്തെ നമ്മുടെ ഇഷ്ടംപോലെ ചെയ്യാൻ തീരുമാനിച്ചത്. അത് അനുസരണം പഠിക്കാത്തത് കൊണ്ടാണ്. അനുസരണം പഠിക്കാത്ത ധിക്കാരിയായിട്ടാണ്. അപ്പൊ അനുസരണം, പ്രവാചകനുള്ള അനുസരണം 3 രീതിയിൽ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ചിലടത്ത് അല്ലാഹ് പറയുമ്പോൾ അത്തിയുല്ലാഹ വ റസൂല എന്ന് ഒന്നിച്ച് പറയും. ഒരു അത്തിയും ഉപയോഗിച്ച് അത്തിയുല്ലാഹ വ റസൂല. ഇപ്പൊ ആലിമാൻ സൂറയിൽ പറഞ്ഞില്ലേ, ഇവിടെ എന്താ പറഞ്ഞത്? കുൽ അത്തിയുല്ലാഹ വ റസൂല. പ്രവാചകരോട് പറഞ്ഞിരിക്കുക അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് ഒന്നിച്ച് അത്തിയുല്ലാഹ വ റസൂല എന്ന് പറയുന്ന രീതിയിൽ ഖുർആനിൽ പല ഭാഗത്ത് ഈ ഇത്താഅത്ത് വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നൽകുന്ന തത്വങ്ങളും വിധികളും എല്ലാം അംഗീകരിക്കണം. അല്ലാഹ് നൽകിയ തത്വവും വിധിയും, ദീനും ഹുക്മും ശരീഅത്തും അത് നിങ്ങൾ അംഗീകരിക്കണം. റസൂലുള്ള നൽകിയ ദീനും ഹുക്മും ശരീഅത്തും അംഗീകരിക്കണം. അപ്പൊ അവിടെയും റസൂലും നൽകിയ അതിന്റെ ആദർശവും അതിന്റെ കർമ്മമാർഗവും അഥവാ ആ തത്വങ്ങളും അതിന്റെ പ്രായോഗിക രീതികളും ഒക്കെ നിങ്ങൾ അനുസരിക്കണം. അപ്പൊ ഖുർആനും സുന്നത്തും പറഞ്ഞതെല്ലാം നമ്മൾ അനുസരിക്കണം. ശരി. വേറെ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെ പറയും. രണ്ടാമത്തെ ഒരു അത്തിയും കൂടി ആവർത്തിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരു വർത്താനല്ല. നേരത്തെ നമ്മൾ അത്തിയുള്ളൂ. ഇവിടെ പ്രവാചകരെ അവരോട് പറഞ്ഞിരിക്കുന്നത് അത്തിയുള്ള നിങ്ങൾ റസൂലിനെ അനുസരിക്കണം. ഇങ്ങനെ പറഞ്ഞ സൂറത്തുൽ നൂറിലൊരായത്ത് ഈ പറഞ്ഞ എന്താ? മൗലികമായ തത്വങ്ങളിൽ അല്ലാഹുവിനെ അനുസരിക്കണം.
അള്ളാഹുവിനെ നശിപ്പിക്കുന്നവർ. നിങ്ങൾ അനുസരിക്കല്ലേ വേണ്ടത്. കാരണം നിങ്ങളുടെ അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ അടിത്തറ ഈ ഖുർആനിൽ അത് നിങ്ങൾ അനുസരിക്കുക. റസൂല അതിന്റെ പ്രായോഗിക തലം എങ്ങനെ പ്രവാചകൻ കാണുന്നു അത് നിങ്ങൾ അനുസരിക്കണം. നമ്മുടെ ഗൗരവ അറിയാത്തതുകൊണ്ട് പല കളി കളിക്കുന്നത്. ഗൗരവം മനസ്സിലാക്കിയ ഒരു കളി കളിക്കാൻ പറ്റും. ഇതിപ്പോ പല കളി കളിക്കുന്ന ആളുകൾ എന്താ പറയുന്നത് ആർക്കും നിശ്ചയില്ല. എന്തും പറയാം. അത് പഠിച്ചവരെ പേടില്ലാഞ്ഞില്ല. എന്തും പറയാനൊന്നും പറ്റില്ല. ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അത് ശരിക്കും അങ്ങനെ തന്നെ പോകണം. നമ്മുടെ താല്പര്യമൊക്കെ നമുക്ക് പോലെ നടക്കാം. ഇസ്ലാമിന്റെ പേര് വർത്താനം പറയുക. ഇനി വേറൊരു രീതി ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ഷഹ്റാമി സൂറത്തുൽ നൂറിലെ ഈ ഓതാൻ പോകുന്ന ആയത്ത് തെളിവായിട്ട് തിരിച്ചു വെക്കാം. സൂറത്തുൽ നൂറിൽ തന്നെ ഈ പറഞ്ഞ ആയത്തിന് തെളിവായിട്ട് എന്താ അദ്ദേഹം ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ അർത്ഥം നൽകിയ മൗലിക അടിത്തറ അംഗീകരിക്കുക, അനുസരിക്കുക. അതിന്റെ വിശദാംശം അനുസരിക്കുക. അതിന് തെളിവ് ധരിക്കണം. മുഹമ്മദ് ഷഹ്റാമി അറിയപ്പെടുന്ന മുഫസ്സിർ അദ്ദേഹം പറയാണ് അതിന് തെളിവിത മനസ്സിലായിക്കോ. ഒരു ഉദാഹരണം ഇവിടെ നിസ്കാരം നേരത്തെ നിർത്തുവിൻ. അത് ഖുർആനിൽ അങ്ങനെ പറഞ്ഞു. 5 വക്ത് നിസ്കാരം പറഞ്ഞു. പക്ഷെ 5 വക്ത് നിസ്കാരത്തിന്റെ സമയം ഖുർആൻ പറഞ്ഞു, ഏകദേശം പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു. എന്നാൽ ശരി നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിൽ സലാം വീടുവരെ ഖുർആൻ പറഞ്ഞില്ല. അതായത് പറഞ്ഞു റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോ അതിന്റെ പ്രായോഗികത റസൂലുള്ളാഹി പറഞ്ഞു. അതനുസരിക്കുക. അത് അനുസരിക്കുക. പിന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. സക്കാത്തിന്റെ ഇത്തിരി മൗലിക അടിത്തറയും പറഞ്ഞു. എന്നാൽ ഏതെല്ലാം നിങ്ങൾക്ക് എത്ര നിസ്സാവും ആരാ പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി. അത് 8 ഇനങ്ങൾ എങ്ങനെയൊക്കെയാണ് വിശദാംശങ്ങൾ റസൂലുള്ളാഹി. അപ്പൊ അവിടെ പ്രായോഗിക തലത്തിൽ ആരനുസരിക്കണം? റസൂലുള്ളാഹി. അതിൽ ഖുർആൻ മാത്രം അനുസരിക്കണം പറഞ്ഞാൽ ശരിയാവില്ല. അവൻ വിശ്വാസിയല്ല, അവൻ ഇസ്ലാമിനെതിരാണ്. അപ്പോ ഇവിടെ ഖുർആനിൽ മൗലികമായ അടിത്തറ മാത്രമേ പറഞ്ഞുള്ളൂ. പ്രായോഗിക റസൂലുള്ളാഹി കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് അത്തിയുള്ള ഖുർആൻ പറഞ്ഞ മൗലിക അടിത്തറ അംഗീകരിക്കുക, അനുസരിക്കുക. ബാക്കിയുള്ള റസൂലിന്റെ പ്രായോഗിക റസൂലുള്ളാഹി അതനുസരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ റസൂലുള്ളാഹിയെ അനുസരിക്കാൻ വിഷയത്തിലും എങ്കിൽ അല്ലാഹു നിങ്ങളോട് കാരുണ്യം കാണിച്ചു. എങ്കിൽ അല്ലാഹു നിങ്ങളോട് കാരുണ്യം കാണിച്ചു. മൂന്നാമത്തെ രീതി ഇന്ന് അത്തിയുള്ളാഹ് റസൂല, രണ്ടാമത്തെ അത്തിയുള്ളാഹ് റസൂല, മൂന്നാമത്തെ ഇബ്രാഹിം റസൂലിന്റെ രീതി ഖുർആൻ പറയുന്ന സൂറത്തുൽ നിസായിൽ 50-ാമത്തെ ആയത്ത്. സൂറത്തുൽ നിസാ യാ അയ്യുഹല്ലദീന ആമനൂ അല്ലയോ വിശ്വാസികളെ അത്തിയുള്ളാഹ് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക. വഅതിഉ റസൂല നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. വഉലിൽ അംരി മിൻകും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഫൈൻ തനാസറതും ഫീ ഷൈഇൻ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും അത് മടക്കുക. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹ് നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വയൗമിൽ ആഖിരി പരലോകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ദാലിക ഖൈറുൻ അതാണ് ഗുണകരം. വഅക്സറ തദ്ബീറ ഏറ്റവും നല്ല രീതിയും ഏറ്റവും നല്ല വ്യാഖ്യാനവും അതാണ്. സൂറത്തുൽ നിസായിലെ 51-ാമത്തെ ആയത്ത്. എന്തെന്നാ ഈ പറഞ്ഞത്? ഖുർആനിൽ വന്ന പരാമർശങ്ങൾ, റസൂൽ നൽകിയ കാര്യങ്ങൾ അത് പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആവർത്തിക്കുന്നതോടൊപ്പം ആ മാർഗത്തിൽ നമ്മുടെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം എന്ന് പറയുന്നു. ഒരു കൂട്ടരെ പറഞ്ഞപ്പോ അതാണ് അതിന്റെ പ്രത്യേകത. എന്താണ്? ഒന്ന് അല്ലയോ വിശ്വാസികളെ അത്തിയുള്ളാഹ് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. തിരുനബിയെയും അനുസരിക്കണം. ഉലിൽ അംരി മിൻകും നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. അപ്പൊ അല്ലാഹുവിനെ അനുസരിക്കണം, തിരുനബിയെ അനുസരിക്കണം. എന്തിനൊക്കെ അനുസരിക്കണം? ഖുർആൻ പറഞ്ഞ തത്വവും അതിന്റെ പ്രായോഗികതയും ഖുർആൻ തത്വവും അല്ല പറഞ്ഞ അനുസരിക്കണം. റസൂൽ പറഞ്ഞ തത്വവും അതിന്റെ പ്രായോഗികത അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ സ്വതന്ത്രമായി അല്ലാഹുവിന്റെ കൽപ്പനാനുസാരം പറഞ്ഞ കാര്യങ്ങളുണ്ടാവും, അതും അനുസരിക്കണം. അതെന്താ തെളിവ്? അത് തെളിവുണ്ട്. തിരുനബിക്ക് ശേഷം ഇസ്ലാമിന്റെ മാർഗത്തിൽ കൈകാര്യകർത്താക്കളായി വരുന്നവരെ അനുസരിക്കുന്നവരെ പറഞ്ഞു. അവർക്ക് വഹിയുണ്ടോ? വഹിയില്ല. വഹിയുണ്ടോ? ഇല്ല. അവർ പിന്നെ എങ്ങനെ കാര്യങ്ങൾ പറയാം? അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ അനുസരിക്കേണ്ടത്? അവർ പറഞ്ഞ
അനുസരിക്കണം. അതും അവിടെ മനസ്സിലാക്കാം. അത് പ്രവാചക അനുസരണം. അതെങ്ങനെ അനുസരണമാകാം? അപ്പൊ വ്യഭിചാരത്തിന്റെ ശിക്ഷ നമ്മൾ വായിക്കുമ്പോൾ സൂറത്ത് നൂറിൽ വ്യഭിചരിച്ച ആണിനെ ഇവിടെ 100 അടി അടിക്കണമെന്നല്ലേ പറഞ്ഞത്? പ്രവാചകത്തിന് പേര് അതിനെക്കുറിച്ച് അത് സ്വതന്ത്രമായ നിരുപാധികമായ വർത്തമാനമല്ല. അത് ആരുടെ ശിക്ഷയാണ്? വിവാഹിതനല്ലാത്ത വ്യഭിചാരിക്കുള്ള ശിക്ഷയാണ്. വിവാഹിതനാണെങ്കിലോ എഴുതി കൊല്ലണം ആണല്ലോ, ആണ്. അപ്പൊ അത് ആരാ പറഞ്ഞ? ഹബീബായ റസൂൽ. അത് അനുസരിക്കണോ വേണ്ട? അനുസരിക്കണം. ഇതാണ് വിഷയം. അപ്പൊ തിരുനബി അല്ലാഹുവും റസൂലുമായി ബന്ധപ്പെട്ട അനുസരണം പഠിപ്പിക്കുന്നിടത്ത് 3 രീതി പറഞ്ഞിരിക്കുന്നു. ഒന്ന് അല്ലാഹുവും റസൂലും പഠിക്കുന്ന തത്വവും പ്രായോഗികത എല്ലാം പഠിക്കണം, അനുസരിക്കണം. 2 അല്ലാഹു പഠിപ്പിച്ച മൗലിക ആദർശ സംഹിതയാകുന്ന ഖുർആൻ അനുസരിക്കണം. അതിന്റെ പ്രായോഗിക തലം വിശദീകരിച്ച് റസൂൽ പറഞ്ഞത് അനുസരിക്കണം. 3 അല്ലാഹു പഠിപ്പിച്ച സംഹിതയുടെ വിശദീകരണം മാത്രമല്ല, അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളുടെ വർത്തമാനം ആര് പറയും? റസൂൽ പറയും. അതും അനുസരിക്കണം. അതിനപ്പുറത്തുള്ള അനുസരണമാണ് ഉലുൽ അംറിന് കൊടുക്കേണ്ടത്. ആരാ ഉലുൽ അംർ? കൈകാര്യം. അവർ പറയുന്ന വിഷയത്തിൽ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാകുന്ന തന്നെ പറഞ്ഞു. കാരണം ഉലുൽ അംറി നിൽക്കുന്നുണ്ട് ഒരു വിഷയത്തിൽ അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, മറ്റേ പണ്ഡിതൻ ഇങ്ങനെ ഇതൊക്കെ വരാതെ വരുന്നാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കാരണം എന്താ? അത് വഹീന്റെ അടിസ്ഥാനത്തിലല്ല. ഹബീബായ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് വഹീന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പൊ അതുകൊണ്ട് തെറ്റാം ശരിയുമാകാം, തെറ്റാം ശരിയുമാകാം. അപ്പൊ അതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. റസൂൽ ഉണ്ടാവില്ല. റസൂൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാ, അതാണ് അംഗീകരിക്കേണ്ടത്. പറഞ്ഞാൽ ആരോപിച്ചാൽ അംഗീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഉലുൽ അംർ കൈകാര്യകർത്താക്കൾ അവർ പറയുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അല്ലാഹുവിന്റെ റസൂലിലേക്ക് മടങ്ങണം. അഥവാ കിതാബിന്റെയും സുന്നത്തിന്റെയും താല്പര്യത്തിനോട് ഒട്ടി നിൽക്കുന്നത് ഏത് നോക്കണം. അത് നമുക്ക് സ്വീകരിക്കാം. കിതാബിന്റെയും സുന്നത്തിന്റെയും എതിരാണെങ്കിലോ സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ അന്ധമായ അനുസരണവും വിധേയത്വം അവിടെ ഇല്ല. ഖുർആനിനും സുന്നത്തിനും അനുകൂലമാകുന്നത് സ്വീകരിക്കാം, അല്ലാതെ തള്ളണം. അതൊരു പണ്ഡിതനല്ലേ, അങ്ങനെയൊക്കെ ചെയ്തു. അവരൊക്കെ പണ്ഡിതന്മാരല്ലേ, ആണ്. അവർക്ക് തെറ്റെന്നല്ലേ പറയുന്നത്? അല്ല പറയല്ലേ? അവര് നിങ്ങൾ പറഞ്ഞത് ശരിയാണോ നോക്കണം. കിതാബ് സുന്നത്തുമായി ബന്ധപ്പെട്ട് നോക്കണം. അല്ലാഹുവിന്റെ റസൂലിലേക്ക് മടക്കണം. അപ്പുറത്തെ വർത്താനം കിതാബിന്റെയും സുന്നത്തിന്റെയും താല്പര്യത്തിന് അനുകൂലമാകുമെങ്കിൽ സ്വീകരിക്കാൻ പറ്റും. എതിരാണെങ്കിലോ എതിരാണെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. പണ്ഡിതനാണ് ആ പേര് കൊടുത്തിട്ടോ മുപ്പര് സ്വയം പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ കിതാബല്ലേ വിഷയം, ഇസ്ലാമല്ലേ വിഷയം. അപ്പൊ അവിടെ ഗൗരവം പാലിക്കാൻ പറ്റണം. നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട വഴി. അതാണ് ശരിയായ മാർഗം, അതാണ് ശരിയായ വ്യാഖ്യാനം, അതാണ് അതിന്റെ ശരിയായ വിശദീകരണം എന്നിങ്ങനെ ആഗ്രഹിക്കുക. അപ്പൊ 3 തരത്തിലുള്ള ഈ അനുസരണം അറിയാം. ഇവിടെ ഈ ചർച്ച